വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി വ്ളോഗ് എടുത്തിട്ട് ലാസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടത് ഇല്ലിക്കക്കല്ലിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അത് നേരത്തേക്ക് ഞാൻ ബാക്കി പറയാം. ഓക്കെ ഗൈസ്, ബ്ലിങ്ക്. ഞാൻ വീട്ടിൽ മുന്നേക്കാണ് ഗൈസ്. നമ്മളിത് എങ്ങോട്ടാ? സാധി പോയി. ഇന്ന് രാവിലെ ഗൈസ് ക്ലാസ് 9 മണിക്കായിരുന്നു ക്ലാസ്. 9:30 നമ്മളാണ് ലേറ്റ്. ഹലോ. നേരത്തെ ഞങ്ങളല്ലല്ലോ എല്ലാ ദിവസവും നേരത്തെ. ഇന്നിവിടെ പരിപാടിയുണ്ടോ? ഓണപ്പരിപാടിയാണ്. നിങ്ങളുടെ ഓണപ്പരിപാടിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, വി ആർ റീച്ച് അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാവരും സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 9:00 ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നതാണ് ഗൈസ്. ഇന്ന് കേരളപ്പിറവി. അഞ്ച് ഒരു 2 ലൈൻ പാടിക്കേ. പാടിക്കാം 2 ലൈൻ. പാട്ട് വെച്ചു എന്നിട്ട് പാടിച്ചു. റെഡി 1 2 3 സ്റ്റാർട്ട്. പാട്ട് വീഡിയോ എടുക്കുന്നില്ല. അത് എന്റെ വീഡിയോ നിന്നെ കാണിക്കുന്നില്ല. നീ ഇത് വെക്കും, കരോക്കെ വെക്കും. പാടുവാണ്. ഞാൻ ഒരു പ്രസന്റേഷൻ തരാം. ഇവിടെ പഠിച്ചു പഠിച്ച് ഇങ്ങനെ പ്രസന്റേഷൻ തരാം. പാടിക്കൂ, ഒരു പ്രസന്റേഷൻ തരാം. പാട് പാട് പാട്. 5 പാട്ടാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. പാട്. മായാലാവണ്യം മൗനം പാചാരം സാധ്യരാഗങ്ങളേറ്റ് പാടുന്നു ഭൂമിയും ഗാനവും സാക്ഷിയാകുന്നു ശാപമേഘങ്ങളും പവിഴമഴയേ നീ മൂടുമോ കൊള്ളം കഴിച്ചു. ഇവ പാട്ട് പാടുന്നു മിസ്. ബ്രേക്കാ ഗൈസ്. ഇപ്പൊ 11 മണിയായി. നമ്മള് പുതുവെയിലുള്ള ഇറങ്ങിയേക്കാണ് ഗൈസ്. വെയിലടിച്ചിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ചൂടില്ലാത്ത വെയിലാണ് ഗൈസ്. നമ്മുടെ ഒരു പാട്ടുകാരനുണ്ട്, മികച്ച ഒരു പാട്ടുകാരൻ. ആരും അറിയപ്പെടാത്ത ഒരു പാട്ടുകാരൻ അല്ലേ? ആരും അറിയപ്പെടാത്ത ഒരു പാട്ടുകാരനുണ്ട്. നല്ല പാട്ടുകാരനാണ് ഗൈസ്. നല്ല പാട്ട് പണ്ടിരിക്കാൻ. ജർമ്മൻ ഗൈസ്. സിംഗർ സോങ്. ഈ ബ്രേക്കൊക്കെ ബ്രേക്കാണ് ഗൈസ്. പൂക്കി പട്ടിയിരിക്കുന്നു. ഒരു പട്ടിയിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട്. നല്ല രസമുണ്ടല്ലേ? കൊള്ളാല്ലേ? കോഡിങ് ക്ലാസ് ഒക്കെ വെച്ച് അതിരിക്കുന്നുണ്ടോ ഗൈസ്? സ്റ്റൈലാ ഇരിക്കല്ലേ? കൊള്ളാം. കണ്ണാടിയൊക്കെ വെച്ച് പച്ചക്കറി മേടിക്കാൻ വന്നേക്കാണ് ഗൈസ്. ഓക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കുവാണ്. ബിരിയാണി കഴിക്കാമോ? ബിരിയാണി നിന്റെ ഒരു 50 ബിരിയാണി കഴിക്കട്ടെ ഗൈസ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വന്നത്. ഇവിടെ പാഴ്സലൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. വയറൊക്കെ നിറഞ്ഞു ഗൈസ്. ഇനി എന്നാ പരിപാടിയെന്ന് വെച്ചാൽ നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് പറയുന്നില്ല. ഓക്കെ, ഇവിടുന്ന് പോകട്ടെ. ഇപ്പോൾ ഒരു മേഴ്സറീസ് വരുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ കുറേ ബുള്ളറ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ അങ്കിളിൻ്റെ ഇതെൻ്റെ ബുള്ളറ്റ്. ഇത് നമ്മുടെ ചേട്ടൻ്റെ ഒരു ബുള്ളറ്റ്. ഈ ബുള്ളറ്റൊക്കെ എനിക്ക് ലൈസൻസ് കിട്ടുന്നതിന് കുറച്ച് കാലം മുന്നേ ഞാൻ ഈ വണ്ടിയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വിൻറ്റേജ് ഇതെന്നൊക്കെ പറഞ്ഞ് സീൻ സാധനമാണ് ഗൈസ്. അതുകൊണ്ട് റീ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ഇത്
ഇത് പിന്നെ നമ്മുടെ ഒരു 10-15 മോഡലെങ്ങാണ്ട്. ഇത് സാധാ ടൈപ്പ് തന്നെ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബുള്ളറ്റ്. ഇത് നമ്മൾ പഴയ വിൻറ്റേജ് ബുള്ളറ്റാണ് ഗൈസ്. ഇതൊക്കെ നൈസ് സാധനമാണ് ഗൈസ്. ഇതൊക്കെ ഈ സാധനത്തിലൊക്കെ അന്ന് ഇതിന് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പേപ്പറൊന്നുമില്ല. നമ്മളെല്ലാം ഗ്യാരേജിൽ കയറ്റി ഇങ്ങനെ അടുക്കി വെച്ചേക്കും. 1, 2, 3, 4. ഇപ്പോൾ ഒരു ബുള്ളറ്റും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു വിൻറ്റേജ് ബുള്ളറ്റ് അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു KL05 നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് ഈ സെയിം മോഡൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഈ 2 വണ്ടിക്ക് പക്ക സൗണ്ട്. സ്റ്റോക്ക് എക്സോസ്റ്റ് എൻ്റെ ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ ഇരുന്ന KL05 അത് നമ്മൾ സെയിലാക്കി. ഞങ്ങൾ സെയിലാക്കി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എല്ലാ ബുള്ളറ്റും. അങ്കിളിൻ്റെ വണ്ടിയാണ് ഇതെല്ലാം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെയിൻ്റൊക്കെ ഞങ്ങൾ റീപെയിൻറ്റ് ചെയ്ത് ഇറക്കി. സീനൊന്നുമില്ല. ഇത് പുതിയ ഒരു ഇതുണ്ട്. ഇവിടെ ഗിയർ ഇല്ല. ഇതിൻ്റെ ഇവിടെ ഗിയർ. ഇത് എങ്ങാണ്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന 94 മോഡലായിരുന്നു. ഇത് അതിലും താഴെ. ഇത് 94-ലും താഴെ. അതും ഒരു 90 ആ റേഞ്ചിൽ നിൽക്കുന്ന മോഡൽ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊടുത്തിട്ട് ഈ സ്വിച്ചിലൊരു പരിപാടിയുണ്ട് പൊട്ടിക്കുന്നത്. ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തെ ഇതിനകത്ത് ഒരു സാധനം വരും. വെട്ടിയുണ്ട പോലത്തെ സാധനം ഇതിനകത്തൂടെ. എൻ്റെ മോനെ ഇതിനായിരുന്നു ഏറ്റവും കൂടുതൽ സൗണ്ട്. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് പൊട്ടിക്കൊണ്ടിരുന്നത്. അന്ത ടൈമിൽ ഞങ്ങളിങ്ങനെ പൊട്ടിച്ച് ഇതിലൊക്കെ നമ്മുടെ കറക്കം. ഇങ്ങനെ ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ഞാൻ ഈ വിൻറ്റേജ് ബുള്ളറ്റേലായിരുന്നു. പിന്നെ നമുക്ക് കുറേ ബുള്ളറ്റായി. അങ്ങനെ V3 ആയി, ബൈക്കായി. പിന്നെ നമ്മുടെ കാർ എടുത്തിട്ട് കുറേ ആയി ഗൈസ്. കഴിഞ്ഞ ആഴ്ച അവിടെ ചങ്ങനാശ്ശേരിക്ക് അങ്ങോട്ട് പോകാൻ എടുത്തിട്ട് എടുക്കുന്നതില്ല, സമയമില്ല. ഒന്നാമത്തെ കാര്യം വ്ളോഗ് എടുക്കാൻ പോലും എനിക്ക് വരും. ഞാൻ ഇന്ന് ഇന്ന് നമുക്ക് ശനിയാഴ്ച കൊണ്ട് രാവിലെ ഒന്ന് ക്ലാസ് വെച്ച് കുറേ കാലം കൂടി ഇത് കേട്ടോ രാവിലെ ഒന്ന് ക്ലാസ് വെച്ച്. പിന്നെ ഇന്ന് രാവിലെ ക്ലാസ്സിന് പോകുന്ന വഴിക്ക് അവിടെ ചെന്നപ്പോൾ വ്ളോഗ് എടുത്താലോ എന്നൊരു മൂഡ്. എന്നാൽ പിന്നെ അന്നേരം വ്ളോഗ് എടുക്കുക. ശൈലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രോപ്പർ വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. ശൈലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരോ വ്ളോഗ് എടുത്ത് അതെല്ലാം ഞാൻ അവിടെ ആക്കി ഒരു വീഡിയോ ഇന്നിറക്കാം. ഇന്നല്ല ഏതെങ്കിലും ഒരു ദിവസം ഈ വ്ളോഗ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കുറേ കാലമായി വ്ളോഗ് എടുക്കാൻ ടൈമില്ല ഗൈസ്. അതാണ്. അതുപോലെ ഡെയിലി സെയിം ഷെഡ്യൂളാണ്. പഠിത്തം, ക്ലാസ്, കറങ്ങാൻ പോക്കില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എന്നും എടുത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. കൈ കഴിച്ച ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് വ്ളോഗ് എടുക്കാത്തതിൻ്റെ കാര്യം. അതിനിപ്പോൾ ട്രാവൽ വ്ളോഗ് ചെയ്താലോ എന്ന് എനിക്കുണ്ട്. സൂര്യൻ ഗൈസ്, സൂര്യൻ അടിക്കുന്നു. മഞ്ഞവട്ടം അടിക്കുന്ന ഗൈസ്, മഞ്ഞവട്ടം. ട്രാവൽ വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ട്രാവൽ വ്ളോഗ് കുറച്ച് ആൾക്കാർ കൂടുതൽ കാണുന്നുമുണ്ട്. ഓരോരുത്തർക്കും വേറെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഡെയിലി നടക്കുന്ന കാര്യം അങ്ങനെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അപ്പം ട്രാവൽ വ്ളോഗിലോട്ടായാലോ എന്നുണ്ട്. നമ്മൾ ട്രാവലും പോകുന്നില്ല, അത് വേറെ കാര്യം. നമ്മളിപ്പം ഞാൻ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ എബ്രോഡ് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ കൂടുതലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. സൺറ്റിസ്റ്റ് സൂര്യൻ്റെ മുമ്പ് വന്ന് ഗൈസ്, സൂര്യൻ്റെ മുമ്പ് വന്ന് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ വെട്ടം? എൻ്റെ കൈക്കകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. വ്ളോഗ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്നും വ്ളോഗ് എടുക്കണം, അതാണ് കളി. അപ്പം ഞാൻ മാക്സിമം നോക്കാം ഇനി കണ്ടൻറ്റ് ചെയ്യാനൊക്കെ. ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് വ്ളോഗ് എന്ത് ചെയ്യുന്നൊക്കെ. ചിലവരും, എല്ലാവരും അല്ല, ചിലവരും ഓരോ ചാലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്താലൊന്നുണ്ട് ഗൈസ്. ടൈം കിട്ടുന്നില്ല, അല്ലാന്ന് ചെയ്യാമെന്ന്. ഈറ്റിംഗ് ചാലഞ്ചും അങ്ങനത്തെ ചാലഞ്ച്, ഇങ്ങനത്തെ ചാലഞ്ചൊക്കെ കുറേ ഉണ്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നമുക്കൊരു മെമ്മറി ആയിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ഇഷ്ടം. പിന്നെ ഒരു എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ വ്ളോഗ് ഇവിടെ കാണുമല്ലോ. ഒരു 10 വർഷം കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്ത് നമ്മളന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു ഡിജിറ്റൽ ഫീഡിങ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫീഡ് ചെയ്ത് വെക്കും. അപ്പം കുറച്ച് ആൾക്കാരുകളെ കാണാൻ നമുക്കൊരു അത്രേ ഉള്ളൂ. അപ്പം ഗൈസ് ഇതൊക്കെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് തീർക്കുന്നില്ല, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, വള്ളിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, അത്ര കാലം വ്ളോഗ് ഇന്ന് വ്ളോഗാ. ഗൈസ് എന്നാ മുറുക്ക്, എനിക്ക് ഇവനെ മുറുക്കറിയാൻ നോക്കട്ടെ. ഇവിടെ ഒന്നും വലിയ ഷോറൊക്കെയല്ല കേട്ടോ. ഇത് കര വേറെ മോനെ കേട്ടോ. എന്നാണ് കണ്ണാടി. ഇത് ഇങ്ങോട്ട് വെക്കടാ, അതാ നല്ല. എന്നിട്ട് ഇങ്ങനെ വെക്ക്. ഒരു കണ്ണാടി മുറുക്കുക, അതിങ്ങനെ എടുക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇത് ഊരിയെടുക്കാൻ പോവാം. ഒരു തേങ്ങ അറിയത്തില്ല ഗൈസ്, കളയാ മുറുക്ക അറിയത്തില്ല. കണ്ടോ, പിന്നെ തിരിവൊക്കെയാണ് ഗൈസ്. ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഒരു നടന്നു വരുന്നുണ്ട് ഗൈസ്. അന്ത പാറ് ചെറുനെ അക്രപ്പോയിക്കാ വണ്ടി ഇരിക്കുന്നത്. ഭയങ്കര അവനെത്തിയാളാ, വീട്ടിൽ പോവാല്ലേ? അവനവിടെ നിൽപ്പുണ്ട് ഗൈസ്.
5 മണിക്കൂർക്കാണ് കഴിച്ചതൊക്കെ. അവനാണോളത്? ഇതെന്നടാ എല്ലാരും ബ്ലാക്ക് മനസ്സിലായില്ല. അവിടെ നീ അവിടെ നിപ്പുണ്ടായിരുന്നോ? മനസ്സിലായില്ല. ഒരു രാത്രി കടന്നുറങ്ങി പാട് മാറി. ഒരു രാത്രി കടന്നുറങ്ങി. അല്ല ചാത്തന് വേണം. അടി നീയായിരുന്നു ഇല്ല നടന്നു പോയെ? മനസ്സിലായില്ല. ഒരു രാത്രി കടന്നുറങ്ങിയപ്പോ മനസ്സിലാവുന്നില്ല. വാ വാ വാ. ഇതെന്നെ കളിക്കുന്നേ? 5 മണിക്കൂർക്ക് കാണിക്കുമോ? ഇതന്നെ എല്ലാരും ബ്ലാക്ക് ഇട്ടോണ്ട്. ഇതന്നെ വല്ല കല്യാണത്തിനും പോവോ? ശരിയാണല്ലോ. എല്ലാരും ബ്ലാക്ക് ഇട്ടോണ്ട്. ഇതെന്നാ കോപ്പ കാണാൻ കഴിച്ചു. സോറി കഴയ്ക്ക് വെച്ചാ മോത്തൊക്കെ ഞാൻ 10 കിലോ ഇവിടുത്തെ സ്കൈ കണ്ടോ ഗൈസ്? ഏതാ എന്നാണോ ഇപ്പൊ പറഞ്ഞേ? വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഇന്ന് ചായ കുടിക്കുന്ന ഓരോരുത്തര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു കിഡിലം മരമുണ്ട്. അവനെ കടയെ ബാണ്ട അമ്പിളിമാവൻ എന്നതാ എനിക്കോ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഉള്ളിയോടെ വേണ്ട. ഉള്ളിയോടെ കഴിച്ച എന്തെങ്കിലും ഉള്ളിവട വേണ്ട. ഉള്ളിയോടെ കഴിച്ച ഓക്കെ. സ്കൈ നോക്ക് ഗൈസ്. ഇതാണ് നമ്മുടെ ഈവനിങ് ടൈം. ഇവിടെയാണ് 1 മണിയില്ലെങ്കിൽ. സ്കൈ നോക്ക്. കിളികളുടെ സൗണ്ട്. അയ്യോ കിടിലം വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ കടവിൽ നിന്ന് പോവാണ്. നീ എങ്ങോട്ടാന്ന് അറിയത്തില്ല. നീ അങ്ങനെ പോവാ. ഓക്കെ. സാറിന്റെ വീട്ടിലാണ്. നമ്മൾ സാറ് വിളിച്ചിട്ട് ഇവിടെ വരെ വന്നായിരുന്നു. സാറ് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. ഇപ്പൊ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാന്ന് ഓർത്ത്. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പം വൈകിട്ട് നൈറ്റ് സാറിൻ്റെ കൂടെ ചെറിയ പാർട്ടിയൊക്കെ. അപ്പം സാറിൻ്റെ കൂടെ ആയിരിക്കും. സാറിവിടെ പോസ്റ്റാന്ന് പറഞ്ഞപ്പം വന്നേ. അപ്പം അമ്മമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ സാറിൻ്റെ കൂടെ. അപ്പൊ ഇനിയുള്ള ഞാൻ വ്ളോഗ് വലിച്ചിട്ട് നിന്ന് എന്തൊക്കെ പ്രോപ്പർ വ്ളോഗ് എന്നൊന്നും പറയുമ്പോൾ എന്തൊക്കെ കാര്യം കട്ട് ചെയ്ത് ഹാൻഡൊക്കെ എടുത്തിട്ടുണ്ട്. വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു മൂഡിൽ എടുത്തതല്ലേ. പിന്നെ ഇനി കുറെ കാലം കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ.